ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടി വെറുതെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. കൂടുതലായിട്ട് പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്നാണ്? അത് അസോസിയേറ്റീവ് ആയിരിക്കത്തില്ലായിരിക്കും അല്ലേ? നോക്കാം. ഇവിടെ നോക്കിയാൽ -16 / 4 അത് ബ്രാക്കറ്റിലാണ്, ഡിവൈഡ് ബൈ -2 ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ കിടക്കുന്നവരെ ചെയ്യും. ആദ്യം നമുക്ക് -16 / 4 ചെയ്തേ. -16 / 4 എത്രയാണ്? അങ്ങനെ എഴുതണ്ട, ആൻസർ ഇവിടെ എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ്? -16 / 4. അപ്പൊ 16 4 സൈൻ ഇപ്പോഴേ നോക്കണ്ട. 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 4. ആൻസർ തന്നെയാണ്. മൈനസും പ്ലസും വന്നാൽ ആൻസർ എന്നായിരിക്കും മക്കളെ? മൈനസ്. ഓക്കെ, ഇനി അതേ ഡിവൈഡഡ് ബൈ -2 അല്ലേ? പിന്നെ -2 കൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 ആണ്. 2 മൈനസ് വന്നാൽ ആൻസർ ഈസ് പ്ലസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തിന് അസോസിയേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 2. ഇനി സെക്കൻഡും തേർഡും അസോസിയേറ്റ് ചെയ്താൽ നോക്കാവേ. -16 അതുപോലെ തന്നെ അവിടെ എഴുതിയേക്കാം. ബാക്കി ചെയ്യാം. ഡിവൈഡ് ബൈ, ഇവിടെ നോക്കിയേ, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 2 ആണ്. പ്ലസും മൈനസും വന്നത് കൊണ്ട് എന്തായിരിക്കും മക്കളെ ആൻസർ? -2. ഓക്കെ, ഇനി എന്താണ്? 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 8. 2 മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്നായിരിക്കും? പ്ലസ്. ഇവിടെ നോക്കിയേ, ആദ്യത്തെ രണ്ടെണ്ണത്തിന് അസോസിയേറ്റ് ചെയ്തപ്പോൾ ആൻസർ 2, സെക്കൻഡും തേർഡിനെ അസോസിയേറ്റ് ചെയ്തപ്പം ആൻസർ 8. അപ്പൊ അസോസിയേറ്റീവ് ആണോ? അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെ, A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C നോട്ട് ഈക്വൽ ആണ്. A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C നോട്ട് ഈക്വൽ ആണ് അല്ലേ? അപ്പൊ അസോസിയേറ്റീവ് ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഇന്റിജേഴ്സ് അണ്ടർ ഡിവിഷൻ ആർ നോട്ട് അസോസിയേറ്റീവ്. ഇന്റിജേഴ്സിന്റെ ഡിവിഷൻ ഓർക്കാൻ എളുപ്പമാണ്. ആരും അംഗീകരിക്കുന്നില്ല. ക്ലോസറിനെ അംഗീകരിക്കുന്നില്ല, കമ്മ്യൂട്ടേറ്റീവിനെ അംഗീകരിക്കുന്നില്ല, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇത് അല്ലല്ലോ. വെറുതെ എക്സാമ്പിൾസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ മക്കളെ, ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഇനി 0 കൊണ്ട് ചെയ്താൽ, നമ്മൾ ഓർക്കുന്നുണ്ടോ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ഒക്കെ വന്നപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ ഇന്റിജർ ആയിക്കോട്ടെ എന്തായാലും 0 കൊണ്ട് ആഡ് ചെയ്താൽ എന്നായിരുന്നു വന്നത്? സെയിം സംഖ്യ തന്നെയായിരുന്നു. സബ്ട്രാക്ട് ചെയ്താലും 0 സബ്ട്രാക്ട് ചെയ്താലും സെയിം സംഖ്യ ആയിരുന്നു. മൾട്ടിപ്ലൈ ചെയ്താൽ എന്നായിരുന്നു? 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0 ആയിരുന്നു. ആണോ? ഇനി ഡിവിഷൻ ചെയ്താൽ ഇനി എന്നാ വരുന്നത് നോക്കാം. 0 കൊണ്ടുള്ളത് നോക്കിയേ, ഏതെങ്കിലും ഒരു സംഖ്യ, നമ്മളിപ്പോൾ ഇൻഡിജേഴ്സ് ആണ് വരുന്നത്. -2നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് മീനിങ്ലെസ് ആണ്. മീനിങ്ലെസ്, അതായത് ഒരു സംഖ്യയും, അതായത് എ എന്ന് പറയുന്ന ഇൻഡിജർ ആണെങ്കിൽ എയെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 0യെ നമുക്ക് ഏത് സംഖ്യ കൊണ്ട് വേണമെങ്കിലും, ഒരു ഇൻഡിജർ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? 0 ഡിവൈഡഡ് ബൈ ഒരു ഇൻഡിജർ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്നായിരിക്കും? 0 ആയിരിക്കും. അതായത് 0 ഡിവൈഡഡ് ബൈ എ ആണെങ്കിൽ ആൻസർ 0. ഡിവിഷൻ ആണ്. ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. നമ്മൾ മൾട്ടിപ്ലിക്കേഷനെ പോലെ തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷന് നമുക്കറിയാം, ഒരു സംഖ്യയെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0 ആണ്. അതുപോലെ തന്നെയാണ് ഡിവിഷന്. പക്ഷെ 0യെ ഏതെങ്കിലും ഒരു ഇൻഡിജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഇൻഡിജർ മൈനസ് തന്നെ വരണമെന്നില്ല. 2 is also an integer. ആൻസർ എന്നായിരിക്കും? 0. അത് ഓർത്തിരിക്കുക. 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ ഇസ് 0. പക്ഷേ ഒരു നമ്പറിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല മക്കളെ. അത് മീനിങ്ലെസ് ആണ്. അങ്ങനെ ഒന്നും കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അപ്പൊ 0 കൊണ്ടുള്ളത് പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് 1 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കാമല്ലോ. 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ഒരു സംഖ്യയെ, സോറി മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഡിവിഷൻ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചായിരുന്നു. 8 × 1, ഏത് സംഖ്യയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ആൻസർ തന്നെ കിട്ടും. അതേപോലെ നമുക്ക് ഒരു ഇൻഡിജറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും.
മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ -25 ഡിവൈഡഡ് ബൈ 1 ആണെങ്കിലും -25. നമുക്ക് പോസിറ്റീവ് സംഖ്യ ആണെങ്കിലോ 100നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് മക്കളെ? 100 തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ എഴുതാം? a ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു a തന്നെ. വേർ a ഈസ് ആൻ ഇൻറ്റിജർ. അപ്പൊ ഏത് സംഖ്യയെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ആൻസർ എന്നായിരിക്കും? സെയിം സംഖ്യ തന്നെയായിരിക്കും. ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ 1 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമുക്ക് -1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് നോക്കാവേ. -8 ഡിവൈഡഡ് ബൈ -1. ഞാൻ 2-3 എക്സാമ്പിൾസ് ഒന്ന് എഴുതട്ടെ. -25 ഡിവൈഡഡ് ബൈ -1. 11 ഡിവൈഡഡ് ബൈ -1. -37 divided by -1. ഓക്കെ, -1 കൊണ്ട് ചെയ്യുക. നമ്മൾ പഠിച്ചായിരുന്നു. സൈൻ ഇപ്പൊ നോക്കണ്ട. ഒരു ഇൻറ്റിജറിനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം ആൻസർ തന്നെ 8. 2 മൈനസ് ആണ് ഡിവിഷൻ വന്ന്, അപ്പൊ ആൻസർ എന്നാകും? 2 മൈനസ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ആൻസർ പറ മക്കളെ. ആൻസർ ഈസ് പ്ലസ്. അപ്പൊ ഇത് +8 ആണ്. ഇവിടെ 25നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതാണ്? 25 തന്നെയാണ്. 2 മൈനസ് തമ്മിൽ നോക്കിയേ, പ്ലസ് ആയി. ഇവിടെ 11നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 തന്നെ. ഒരു പ്ലസും ഒരു മൈനസും ആണ്. അപ്പൊ ആൻസർ എന്നാണ്? -11. ഓക്കെ, -37 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 37 തന്നെ. 2 മൈനസ് വന്നാൽ പ്ലസ്. അപ്പൊ ഇവിടെ ഇത് നിങ്ങൾക്ക് എന്നാ മനസ്സിലായത്? മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, മൈനസ് കൊണ്ടെന്നല്ല, -1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ സെയിം ഇൻറ്റിജർ കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മള് പക്ഷെ വെറും 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴോ? ഇപ്പൊ -8 ഡിവൈഡഡ് ബൈ 1 എന്നാണെങ്കിൽ 8നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8, ഒരു മൈനസും ഒരു പ്ലസും കൂടെ ആകുമ്പോഴത്തേക്കും സൈൻ എന്നായിരുന്നു? -8 തന്നെ. പ്ലസ് മൈനസ് ഡിവൈഡ് ചെയ്യുന്ന മൈനസ്. കണ്ടോ? സെയിം ഇൻറ്റിജർ. നമ്മൾ ഏത് ഇൻറ്റിജറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തോ ആ ഇൻറ്റിജർ തന്നെ കിട്ടി, ആണോ? പക്ഷേ ഡിവിഷന്റെ കേസിൽ നമ്മൾ ഏതെങ്കിലും ഇൻറ്റിജറിനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം ഇൻറ്റിജർ ആണോ കിട്ടുന്നത്? നമ്മൾ ആരെയും ഡിവൈഡ് ചെയ്തത്? -8നെ ഡിവൈഡ് ചെയ്തത്. അപ്പൊ ആൻസർ എന്ത് തന്നെ കിട്ടണമായിരുന്നു? -8 തന്നെ കിട്ടണമായിരുന്നു. ഇവിടെ കിട്ടിയോ? ഇല്ല. വേറെ ഇൻറ്റിജറാണ് കിട്ടുന്നത്. -8 എന്തായിട്ട് മാറി? 8 ആയിട്ട് മാറി. ഇവിടെ നോക്കി, -25നെ ആയിരുന്നു. ശരിക്കും ആൻസർ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? -25 ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് വെറും 25 കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? സെയിം ഇൻറ്റിജർ ആണോ? അല്ല. ഇവിടെ നോക്കിയേ, 11 ഡിവൈഡഡ് ബൈ -1. സെയിം ഇൻറ്റിജർ ആണോ ആൻസർ കിട്ടിയത്? അല്ല. -11 ഇൻറ്റിജർ മാറി, മൈനസ് ആയിട്ട് മാറി. ഇവിടെ അതുപോലെ -37നെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വെറും 37 കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം ഇൻറ്റിജർ മാറി. അപ്പൊ ഇത് നമുക്ക് എന്നാ പറയാൻ പറ്റും? -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റിജർ മാറിപ്പോകും. പക്ഷെ 1 കൊണ്ടാണ്, വെറും 1 കൊണ്ടാണ്, ഒരു ഇൻറ്റിജറിനെ വെറും 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ സെയിം ഇൻറ്റിജർ കിട്ടും. മനസ്സിലായോ? -8നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ -8 തന്നെ. പക്ഷേ -1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഇൻറ്റിജർ മാറും, ഇൻറ്റിജറിന്റെ സൈൻ മാറും. ഓക്കെ, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും. ഇത്രയും പറയാനാണ് മക്കളെ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രോപ്പർട്ടീസ് മൊത്തം പഠിച്ചു, അസോസിയേറ്റീവ് പഠിച്ചു. 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻറ്റിജറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 0യെ ഒരു ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ ഈസ് 0. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം ആൻസർ കിട്ടും. -1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ സംഖ്യ സെയിം ആയിരിക്കും, പക്ഷെ സൈൻ നേരെ തിരിഞ്ഞായിരിക്കും. പ്ലസിനെയാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ മൈനസ് ആകും, മൈനസിനെയാണ് -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ആൻസർ പ്ലസ് ആകും. ഇത്രയും മനസ്സിലായില്ലേ മക്കളെ? നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ മക്കളെ, ഇതെല്ലാം വീഡിയോസ് കാണണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് കാണുക, ഇതൊന്ന് കേട്ട് പഠിക്കുക. ഇതൊക്കെ നമുക്ക് കേട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ അല്ലേ? എന്നിട്ട് ഈ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്ന് ചെയ്യണം കേട്ടോ, കേട്ടിട്ടേ. പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ടൊന്ന് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ശരിയായോ അല്ലെ, തെറ്റെങ്കിൽ എവിടെ തെറ്റി. അപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ? അതാണ് ട്രിക്ക്. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. നമ്മൾ കേരളയും ചെയ്യുന്നുണ്ട്, ന്യൂ സിലബസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിനോട് പറയണം. ഓക്കെ, പേരൻസിനോടൊക്കെ പറയണം. ഓക്കെ മക്കളെ, താങ്ക് യു.